ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വളരെ വളരെ ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് ഇവിടെ. ഞാനിപ്പോൾ വിയർത്തൊലിക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഭയങ്കരമായ കാറ്റായിരുന്നു. അത് ചൂട് കാറ്റ്, തീ കാറ്റ് കണക്കായിരുന്നു രാത്രി നമുക്ക് ഫീൽ ചെയ്തത്. രാത്രി ഭയങ്കരമായ ഒരു ചൂട് കാറ്റ് വന്നു പെട്ടെന്ന്. നല്ല ചൂടുണ്ട്. അത് ഫാൻ ഇട്ടിട്ടില്ല ഞാൻ, കാരണം സൗണ്ട് കേൾക്കും. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിയർത്തൊലിക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ളൊരു പൊരിയലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് എൻ്റെ കല്യാണം, നമ്മുടെയൊക്കെ നാട്ടിൽ കല്യാണത്തിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പൊരിയൽ, ബീഫ് പൊരിയൽ കാണും. അപ്പോൾ എൻ്റെ കല്യാണത്തിനും ഈ ബീഫ് പൊരിയൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി റെസിപ്പിയായിട്ട് ഇട്ടേക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ബീഫാണ് ബീഫ് പൊരിയൽ ഉണ്ടാക്കാൻ എടുത്തത്. പിന്നെ നമുക്ക് സവാള ഒരെണ്ണം, വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, പച്ചമുളക് 4 എണ്ണം, അതാണ് കുറച്ച് കറിവേപ്പില, 4-5 തണ്ട് കറിവേപ്പില ഇവിടെ എനിക്ക് തണ്ടിന്ന് പൊഴിഞ്ഞതായതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് നമുക്ക് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വേണം നമുക്ക്. അപ്പം 3 ടേബിൾ സ്പൂൺ എണ്ണയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ബീഫ് നല്ലതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം വേകാനുള്ള എളുപ്പത്തിനാണ് കനം കുറച്ച് തന്നെ അരിയുന്നത്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ചതഞ്ഞ് കിട്ടും. നല്ലോണം അരയരുത്, എന്നാൽ അറിയാതിരിക്കുകയും ചെയ്ത് ആ ഒരു പരുവത്തിൽ ഇതിൽ കാണിക്കുന്ന പോലെ ഞാൻ ഈ മിക്സിയിൽ ഇത് ചതച്ചെടുക്കുന്നുണ്ട്. അത് കാണുന്നത് പോലെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി അതിൻ്റെ ആ അരപ്പും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫും പിന്നെ അതേ കണക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, അതേ കണക്ക് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഇതൊന്ന് അടച്ച് മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേന് നമുക്ക് നമ്മുടെ മറ്റു ജോലികൾ ചെയ്യാം. എനിക്ക് കുറച്ച് പാത്രം കിടപ്പുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കഴുകാൻ പോവുക. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കിനി ഒരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മളൊരു 3 വെളുത്തുള്ളി, നമ്മൾ 10 എണ്ണം എടുത്തതിന് ഒരു 3 വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിനകത്തിട്ടൊന്ന് വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് ചെറിയ റെഡിഷ് കളർ ആകുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് വരട്ടിയ ഇറച്ചി ബീഫ് എടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കുക. അപ്പോൾ ചെറിയൊരു വെള്ളം, ഒത്തിരി വെള്ളം ചേർത്ത് കളയരുത്, കുറച്ച് വെള്ളം മാത്രം ചേർക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് വേവിക്കാം. അടച്ച് വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. തീ കുറച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഒരു 10-20 മിനിറ്റ് അങ്ങനെ വേവിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പം ഇടയ്ക്ക് ഇളക്കുക, പക്ഷേ ഒരു 20 മിനിറ്റെങ്കിലും അങ്ങനെ വേവിക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കതിനെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കൂടി വേവിക്കണം. അങ്ങനെ വേവിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഫുൾ ടൈം അടച്ചു വെക്കരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നേക്കണം. തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ആ അടപ്പങ്ങ് മാറ്റാവുന്നതാണ്. കാരണം ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല. തുറന്ന് വെച്ചിട്ട് ആ അരപ്പ് വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിച്ച് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നല്ല ബീഫൊന്ന് മൊരിഞ്ഞ് വരും. ആ പരുവം വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാവുന്നതാണ്. അപ്പം നമുക്കത് വെന്തിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും, അതിൻ്റെ ഉപ്പും അറിയാൻ പറ്റും. ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അത് കണക്ക് വേവും അറിയാൻ പറ്റും. അപ്പോൾ ഒരു പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്താൽ മതി.